ഇരു സമുദായങ്ങളും പടയ്ക്കൊരുങ്ങിയതോടെ വിഷയത്തിൽ കൃത്യമായ സംയമനം പാലിക്കുകയാണ് UDF-ഉം കോൺഗ്രസും. തനിക്കെതിരെ വ്യക്തിപരമായി കടന്നാക്രമിച്ചിട്ടും വാവിട്ട് ഒരു വാക്കുപോലും സതീശൻ പറഞ്ഞില്ല. രാഷ്ട്രീയത്തിൽ ഇന്നും എണ്ണി മറുപടി പറയുന്ന കെ മുരളീധരൻ പോലും മയപ്പെട്ടിരിക്കുന്നു. സതീശൻ ഞാനതിനെപ്പറ്റി പറയുന്നില്ല. അപ്രസക്തൻ. ഈഴവനെ തകർക്കുക, അതിനെ തളർത്തുക. ഈ മാന്യൻ്റെ ഉപ്പാപ്പം വിചാരിച്ചാലും SNDP യോഗത്തെ തകർക്കാനും തളർത്താനും ഇതിനു മുമ്പും പലരും വന്നിട്ടുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഈ തിണ്ണയിൽ ഇവിടെ വന്ന് ഞാൻ കസേരയിൽ അവിടെ ഇരിക്കുക. തിണ്ണയിരുന്ന് ഇറങ്ങിയില്ല. ഇവിടെ 1.5 മണിക്കൂർ ഇവിടെ ഇരുന്നു. അടി കിട്ടും, ഒരു സംശയമില്ല. ഇങ്ങനെ മുന്നോട്ട് പോയാൽ കോൺഗ്രസിന് അടി കിട്ടും. അത് കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വെള്ളാപ്പള്ളിയുടെയും G. സുകുമാരൻ നായരുടെയും ഐക്യ ആഹ്വാനത്തോട് വളരെ കരുതലോടുകൂടിയാണ് UDF നേതൃത്വം പ്രതികരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണെങ്കിലും മുൻ KPCC അധ്യക്ഷൻ കെ മുരളീധരനാണെങ്കിലും ആ ഐക്യത്തെ തള്ളിപ്പറയുന്നില്ല. സമുദായങ്ങൾ തമ്മിൽ ഐക്യപ്പെടുന്നതിൽ എന്താണ് തെറ്റ്? പക്ഷേ അവർ മറ്റു തരത്തിൽ ചിന്തിക്കാതിരുന്നാൽ മതി എന്നതാണ് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ തന്നെ പ്രതികരണമായി വരുന്നത്. സമുദായ സംഘടനകൾ തമ്മിൽ ഐക്യം ഉണ്ടാകുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സമുദായ നേതാക്കന്മാർ എന്ത് പറഞ്ഞാലും സമുദായ അംഗങ്ങൾ അത് നോക്കി വോട്ട് ചെയ്യുന്നവരെ. VD സതീശനെതിരെയാണ് വെള്ളാപ്പള്ളി നടേശൻ അതിരൂക്ഷമായ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. പക്ഷേ ആ പരാമർശങ്ങൾക്കൊന്നും അതേ നാക്കിൽ മറുപടി പറയാൻ ഇല്ല എന്നതാണ് VD സതീശൻ വ്യക്തമാക്കുന്നത്. ഇനിയും വെള്ളാപ്പള്ളി വർഗീയത പറഞ്ഞാൽ ആ വർഗീയത തുറന്നു കാട്ടും. അതിന് ഇനിയും മടിയുണ്ടാവില്ല. പക്ഷേ അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനം, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രായം, അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് തനിക്കെതിരെ വ്യക്തിപരമായി നടത്തുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയാത്തത് എന്നാണ് VD സതീശൻ പറയുന്നത്. എന്തായാലും കോൺഗ്രസിലും UDF-ലും NSS-ന്റെയും SNDP-യുടെയും നീക്കങ്ങളെ വളരെ കരുതലോടുകൂടിയും വളരെ പക്വതയോടുകൂടിയുമാണ് അവർ സമീപിക്കുന്നത്. ഇല്ല, ഞാനിപ്പോൾ അത് മറുപടി പറയുന്നില്ല. മനസ്സിലാക്കിയിട്ട് പിന്നീട് പറയാം. ഞാൻ അദ്ദേഹമായിട്ടൊന്നും ഒരു തർക്കത്തിനുമില്ല. അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ അതിനകത്തൊന്നും എൻ്റെ നാക്കുകൊണ്ട് അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 2 മാസം മാത്രമാണ് ശേഷിക്കുന്നത്. ആ മുന്നോട്ടുള്ള പോക്കിൽ ഈ ഭൂരിപക്ഷ സമുദായങ്ങളുടെ ഐക്യം അവരെ വല്ലാതെ പ്രകോപിപ്പിക്കേണ്ട. പക്ഷേ അവർ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളിൽ രാഷ്ട്രീയമായ വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞ് മുന്നോട്ട് പോവുക. പക്ഷേ സാമുദായിക നേതാക്കളെ വ്യക്തിപരമായി ആക്രമിക്കേണ്ട എന്നൊരു നിലപാടാണ് UDF നേതൃത്വം വളരെ തന്ത്രപൂർവ്വം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.